ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള 5 മെഡിക്കൽ റിലേറ്റഡ് കരിയേഴ്സ് ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് MBBS ആണ്, ബാച്ചുലർ ഓഫ് മെഡിസിൻ, ബാച്ചുലർ ഓഫ് സർജറി എന്ന് പറയും. ഇത് 4.5 years ആണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 4.5 വർഷത്തെ തിയറിയും പ്ലസ് 1 year ഇന്റേൺഷിപ്പും, ടോട്ടൽ 5.5 വർഷത്തെ കോഴ്സാണ് MBBS എന്ന് പറയുന്നത്. MBBSന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഒരുപാട് ഉണ്ട്. സമൂഹത്തിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കരിയറാണ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ MBBS എന്ന് പറയുന്നത് 100% ജോലി കിട്ടുന്ന, 100%, 110% ജോലി കിട്ടുന്ന, വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഉള്ള, ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ റേഷ്യോയും ഇന്ന് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഡോക്ടേഴ്സിന്റെ റേഷ്യോയും തമ്മിൽ നോക്കുമ്പോൾ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ഒത്തിരി ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ MBBS എന്ന് പറയുന്ന കരിയർ ഒരിക്കലും നിൽക്കൂല. അതുകൊണ്ടാണ് കുട്ടികൾ പുറം രാജ്യത്തൊക്കെ പോയിട്ട് MBBS പഠിക്കുന്നത്. അപ്പൊ MBBSന് 100% ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ടാവും. അതാണ് ഫസ്റ്റ് 100% കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് എന്ന് പറയുന്നത് MBBS ആണ്. രണ്ടാമത് വരുമ്പോൾ MBBS പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ടോട്ടൽ ഇൻചാർജ്, ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നേഴ്സസ് ആണ്. അപ്പൊ നഴ്സിംഗ് എന്ന് പറയുന്ന കരിയറാണ് രണ്ടാമത്തെ കോഴ്സ്. നഴ്സിംഗ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ 4 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. +2 സയൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഇതിന്റെ എലിജിബിലിറ്റി വരുന്നത്. മിനിമം 50% മാർക്കുള്ള കുട്ടികൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. പിന്നെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 3 years ഡ്യൂറേഷൻ വരുന്ന GNM, ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റും. ഈ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ സ്റ്റുഡൻസ് GNMന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് GNM 3 years GNM കഴിഞ്ഞിട്ട് ഒരു 2 years പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ +2 സയൻസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ അതേ വാല്യൂലോട്ട് എത്തിപ്പെടാൻ പറ്റും. BSc നഴ്സിംഗിന്റെ അതേ വാല്യൂലോട്ട് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ രണ്ടാമത് 100% കരിയർ ഉള്ള കോഴ്സാണ് നഴ്സിംഗ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, സാധാരണക്കാരുടെ കുടുംബം മൊത്തം രക്ഷപ്പെട്ടിട്ടുള്ളത് നഴ്സുമാരെ കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കൊറോണ സമയത്ത് ലോകത്തുള്ള എല്ലാ ഓപ്പണിങ്സും തുറന്നു. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് നഴ്സുമാരെയാണ് ഹയർ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ നഴ്സിംഗ് എന്ന് പറയുന്നത് 100% കരിയർ ഗ്രോത്ത് ഉള്ള, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉള്ള, MBBS പോലെ തന്നെ ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുമ്പോൾ BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. ഇതൊരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. ഇത് 4 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ് BASLP എന്ന് പറയും. ഇത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കേൾവി ശക്തി ഇല്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ സംസാരശേഷിക്ക് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെയാണ് ഇവർ കൈകാര്യം ചെയ്യുക. ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും. ഇത് 4 years ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത +2 സയൻസ് പഠിച്ചിരിക്കണം. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസോ, അതായത് സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഫിസിക്സ്, കെമിസ്ട്രി മാൻഡറ്ററി ആണ്. അതല്ലാതെ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രീംസ് പഠിച്ച സ്റ്റുഡൻസിനും കേരളത്തിൽ ഇന്ന് LBS വഴി BASLPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് BASLPന്റെ പ്രത്യേകത. ലോകത്തുള്ള ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും നമുക്ക് പോയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന, വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതിലാറെ ഉപരി ഇതൊരു പ്രാക്ടീസിങ് കരിയറാണ്. MBBS പറഞ്ഞ പോലെ തന്നെ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഡോക്ടേഴ്സ് ആവുന്നു. ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവർ ഓരോ വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കൂടുന്ന പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ആസ് എ ഓഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റോ. ഇത് 100% ജോലി കിട്ടുന്ന, ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉള്ള, വേൾഡ് വൈഡ് ഓപ്പണിങ്സ് ഉള്ള മറ്റൊരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ അത് BOT എന്ന് പറയും, ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയും. ഇതും 4 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ ബുദ്ധിമാന്ദ്യം കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസിനെ നമുക്ക് അറിയുന്നുണ്ടാവും. സ്റ്റുഡൻസ് അല്ല, പേഷ്യൻസ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു പ്രായമായി കഴിഞ്ഞാലും. അപ്പൊ ഇവർക്ക് ചെയ്യേണ്ട ദിനംചര്യകള് സയന്റിഫിക്കലി പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഒക്യുപേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഡെയിലി ചെയ്യുന്ന, കുളിക്കുന്നതായിക്കോട്ടെ, പല്ല് തേക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പ്രാഥമിക കർമ്മങ്ങൾ ഉൾപ്പെടെ പഠിപ്പിച്ച് സയന്റിഫിക്കലി പഠിപ്പിച്ചു കൊടുത്ത് ട്രെയിൻ ചെയ്തെടുക്കുക. പേഷ്യൻസിനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്ഷമ വേണം ഈ കോഴ്സ് എടുക്കുമ്പോൾ. അപ്പോൾ ഇതിന് +2 സയൻസ് നിർബന്ധമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഇത് പഠിക്കേണ്ടത് +2. അത് കഴിഞ്ഞതിന് ശേഷം BOT, ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് 4 years ഡ്യൂറേഷൻ ആണ് ഈ കോഴ്സിന് വരുന്നത്. ലോകത്ത് എവിടെ പോയാലും ജോലി കിട്ടും. മാസ്റ്റേഴ്സിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, മാസ്റ്റേഴ്സും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒക്യുപേഷണൽ തെറാപ്പിയിൽ. ഇതാണ് ഒക്യുപേഷണൽ തെറാപ്പിയുടെ പ്രത്യേകത. ഇനി അഞ്ചാമത്തെ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ അത് BPO, ബാച്ചുലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റിൽ കൈകാലുകൾ അറ്റുപോകുന്ന ആൾക്കാർക്ക് കൃത്രിമമായിട്ടുള്ള കൈകാലുകളൊക്കെ വെച്ചു കൊടുക്കും. അതായത് അവരുടെ മെഷർമെന്റും അവരുടെ ബോഡി സൈസും അവരുടെ അളവുകളും അതിന്റെ വെയിറ്റ് അടക്കം പാരലലി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലിംബുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, കണ്ണുകളായിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, കാലായിക്കോട്ടെ, ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഫഷനാണ് BPO എന്ന് പറയും, ബാച്ചുലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയുന്നത്. ഇതും 3 years ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഇങ്ങനെയാണ് നമുക്ക് മെഡിക്കൽ സെക്ടറിൽ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും കോഴ്സസിന് ഹൈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.